അയ്യപ്പ സംഗമത്തിലൂടെ മുഖ്യമന്ത്രി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഭീഷണിയുടെ രാഷ്ട്രീയമാണ് സിപിഐഎമ്മിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. 5 ഇഷ്യൂസ് മുമ്പോട്ട് വെച്ചു. അത് പറഞ്ഞത് അയ്യപ്പ സംഗമം 8 സെപ്റ്റംബറിൽ വരാൻ പോകുന്നു. ആദ്യം അദ്ദേഹം പറഞ്ഞു ഇത് ഒരു റെസ്പോൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ. ഞങ്ങള് പാർട്ടി ഞാൻ ഒരു 4 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു. ഒരു ഞങ്ങളുടെ അഭിപ്രായം ഈ സ്റ്റാലിൻ വരാൻ പോകുന്ന ഒരു ന്യൂസ് കേട്ടപ്പോൾ 4 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു. ഒരു ഞങ്ങളുടെ അഭിപ്രായം ഈ സ്റ്റാലിൻ വരാൻ പോകുന്ന ഒരു ന്യൂസ് കേട്ടപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് വെച്ചപ്പോൾ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത്. ഇത് ആരെ വിഡ്ഢിയാക്കാനാണ് അദ്ദേഹം പറഞ്ഞത്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ എന്താണ്? രാഷ്ട്രീയമല്ലെങ്കിൽ എന്താണ്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ? അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാരിന്റെ കപടമുഖമാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് കുമ്മനം രാജശേഖരനും പ്രതികരിച്ചു. വൈകാരികമായ വിഷയമുയർത്തി വോട്ട് തട്ടിപ്പ് നടത്തി അധികാരത്തിലേറാനാണ് സിപിഐഎമ്മിന്റെ ശ്രമമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു.